ഇമാജിൻ ചെയ്യൂ, ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉറക്കമുണർന്നപ്പോൾ നിങ്ങളുടെ റൂമിൽ സൈലൻസ്, കംപ്ലീറ്റ് സൈലൻസ്. ആ ഇറിറ്റേറ്റിംഗ് സൗണ്ട് ഒന്നുമില്ല. വിൻഡോ തുറന്നിട്ടിട്ടും ഒരാളും പറന്നു വരുന്നില്ല. ബേസിക്കലി മോസ്കിറ്റോസ് ഗോൺ. യെസ്, ഡിസപ്പിയേർഡ്. കേരള സഡൻലി ഫീൽസ് ലൈക്ക് ഹെവൻ. ബട്ട് വെയിറ്റ്, ഈ ഹെവന് ബിഹൈൻഡ് ദ സീൻസ് പ്രോബ്ലംസ് ഉണ്ടാവുമോ? അതാണ് ഇന്നത്തെ ഈ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഹോണസ്റ്റ് ആകാം. കൊതുക് ഡിസപ്പിയർ ആയാൽ ഫസ്റ്റ് 24 മണിക്കൂർ കേരളം സെലിബ്രേറ്റ് ചെയ്യും. കാരണം ഇനി കൊതുകടിയില്ല, ഫാൻ ഇടാതെയും ഉറങ്ങാം, ഗുഡ് നൈറ്റ് പോലെയുള്ള ചിലവുകളില്ല. നൗ ഇറ്റ്സ് എ ഗോഡ്സ് ഓൺ കൺട്രി. ബട്ട് വെയിറ്റ്, ഹാപ്പിനെസ് നെവർ കംസ് അലോൺ. അതിന്റെ ബാക്ക് സൈഡ് സ്റ്റോറി ഡേഞ്ചറസ് ആണ്. ആരോഗ്യ ഭാഗത്തിൽ പോസിറ്റീവ് സ്റ്റാർട്ടാണ്. കൊതുക് ഇല്ലാത്തത് കാരണം ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ എന്നീ രോഗങ്ങൾ ഡ്രാസ്റ്റിക്കലി കുറയും. ഹോസ്പിറ്റലിലെ മൺസൂൺ തിരക്ക് കുറഞ്ഞ് ഡോക്ടേഴ്സിന് സമാധാനമാവും. പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് ഒരു ബിഗ് റിലീഫ് ആവും. പാരന്റ്സിന് ടെൻഷൻ കുറയും. ബട്ട് ഈ ഭാഗം സ്റ്റോറിയുടെ ട്രെയിലർ മാത്രമാണ്. മൂവി ഇപ്പോഴാണ് തുടങ്ങുന്നത്. കേരളയുടെ ഫ്രഷ് വാട്ടർ ഭാഗത്ത് ഫസ്റ്റ് പ്രോബ്ലം തുടങ്ങും. പുറത്ത് കൊതുക് ഇറിറ്റേറ്റിംഗ് ആണെങ്കിലും വെള്ളത്തിനുള്ളിൽ മോസ്കിറ്റോ ലാർവ ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുളങ്ങളിൽ, കായലുകളിൽ, വയലുകളിൽ ഇതാണ് ഓർഗാനിക് വേസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ലാർവ ഇല്ലെങ്കിൽ വാട്ടർ സ്റ്റെഗ്നന്റ് ആവും. ആൽഗ ഓവർഗ്രോ ചെയ്ത് ചില കുളങ്ങൾ ലിറ്ററലി ഗ്രീൻ കാർപ്പറ്റായി മാറും. ഓക്സിജൻ ലെവൽ ഡ്രോപ്പ് ആകുമ്പോൾ ചെറിയ മീൻ വർഗ്ഗങ്ങൾ സ്ട്രഗിൾ ചെയ്യും. നെക്സ്റ്റ് തകർച്ച ഫുഡ് ചെയിൻ കൊളാപ്സ് ആണ്. മോസ്കിറ്റോസ് ഇല്ലാതായാൽ ഫ്രോഗിന് ഫുഡ് കുറയും. പതുക്കെ പതുക്കെ തവളയുടെ എണ്ണം കുറയും. ഫ്രോഗ് കുറയുമ്പോൾ സ്നേക്സ് റെഗുലർ ഫീഡിംഗ് കുറയും. സ്നേക്ക് കുറയുമ്പോൾ റാറ്റ്സ് കൂടും. അവർ കൃഷിയിടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. സോ ഐറോണിക്കലി മോസ്കിറ്റോ ഇല്ലാതായതുകൊണ്ട് അഗ്രികൾച്ചറിൽ ന്യൂ പ്രോബ്ലംസ് പോപ്പപ്പ് ചെയ്യും. അതിന് പുറമെ ഒരു വവ്വാല് ഒരു മണിക്കൂറിൽ ആൾമോസ്റ്റ് 1000കണക്കിന് കൊതുകിനെ തിന്നും. ദിസ് ഈസ് നോട്ട് കോമഡി, ഇറ്റ്സ് സയൻസ്. പിന്നീട് വവ്വാല് മറ്റു പക്ഷികളുടെ ഭക്ഷണം മുടിപ്പിക്കും. പക്ഷേ എന്നാലും ടൂറിസം സെക്ടറിൽ കേരള ഇംപ്രൂവ് ആവും. പുറത്തുനിന്ന് വരുന്നവർക്ക് നല്ലൊരു ടൂറിസം എക്സ്പീരിയൻസ് നൽകാൻ കഴിയും. പണ്ഡിതന്മാർ പറയുന്നത് പ്രകാരം നാച്ചുർ എംപ്റ്റി സ്പേസ് ഒന്നും ഇട്ടുവെക്കില്ല. കൊതുക് അപ്രത്യക്ഷമായാൽ അതിന്റെ എക്കോളജിക്കൽ സ്പേസ് ഫിൽ ചെയ്യാൻ വേണ്ടി മറ്റു ജന്തുക്കൾ വരും. അത് ചിലപ്പോൾ കൊതുകിനേക്കാൾ ഡേഞ്ചറസ് ആയേക്കാം. വാട്ടർ ക്വാളിറ്റി ലോങ് ടേമിൽ അഫക്റ്റ് ചെയ്യും. ലാർവ ഇല്ലാത്തത് കൊണ്ട് ഓർഗാനിക് വേസ്റ്റ് അക്യുമുലേഷൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഈർപ്പമുള്ള സ്ഥലങ്ങളിലെ ബാലൻസ് തെറ്റും. ചില സ്ഥലങ്ങളിൽ മീന് ചത്തു തുടങ്ങും. ആരൊക്കെ കൊതുക് പോയാൽ പ്രോബ്ലം സീറോ ആവുമെന്ന് കരുതിയോ, ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ടാവും നാച്ചുറിനെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. സോ ഓവറാൾ ഈ വീഡിയോ സമ്മറൈസ് ചെയ്യുമ്പോൾ, മോസ്കിറ്റോസ് ഡിസപ്പിയർ ആയാൽ യെസ്, മനുഷ്യ സുഖം കൂടും, അസുഖങ്ങൾ കുറയും, ടൂറിസം വർദ്ധിക്കും. പക്ഷേ അതിന്റെ കൂടെ തന്നെ എക്കോസിസ്റ്റം ഇംബാലൻസ് ആവും, ഫുഡ് ചെയിൻ ബ്രേക്ക് ആവും, വാട്ടർ ക്വാളിറ്റി ഡാമേജ്, ബയോഡൈവേഴ്സിറ്റി പ്രഷർ, അങ്ങനെ കുറെ. ഇതൊക്കെ കമ്പൈൻ ചെയ്തൊരു കൺക്ലൂഷനിൽ എത്തിയാൽ എവരി ക്രിയേച്ചർ, ഈവൻ ദ ഇറിറ്റേറ്റിംഗ് മോസ്കിറ്റോ പ്ലേസ് എ റോൾ ഇൻ നാച്ചുറൽസ് ബാലൻസ്. കേരള മോസ്കിറ്റോ ഫ്രീ ആകുന്നത് ഫസ്റ്റ് ലുക്കിൽ പാരഡൈസ് പോലെ തോന്നും, പക്ഷെ ലോങ് ടൈം കോൺസിക്വൻസ് ഹെവി ആണ്. ബേസിക്കലി നാച്ചുറിന്റെ റൂൾ സിമ്പിൾ ആണ്. ഇഫ് യു റിമൂവ് സംതിങ്, നാച്ചുർ വിൽ റീപ്ലേസ് ഇറ്റ്. പക്ഷെ അത് നല്ലതാവണമെന്ന് നിർബന്ധമില്ല. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റായി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത തവണ ഇതിനേക്കാൾ നല്ലൊരു ടോപ്പിക്കുമായി വരാം. അൺടിൽ ദെൻ, ദിസ് ഈസ് വാസിൽ PT സൈനിങ് ഓഫ്.